أن أكون ذلك الميت اللهم اغفر له اللهم اغفر له എന്ന് നബിയുടെ ചുണ്ടിൽ നിന്ന് പോകുന്നത് കേട്ടിട്ട്, ചുണ്ടിൽ നിന്ന് വന്നിരിക്കുന്നത് കേട്ടിട്ട് ഞാൻ ആഗ്രഹിച്ചു, ആ കിടക്കുന്ന മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ, ആ കിടക്കുന്ന മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്നാണ്. നോക്കൂ നിങ്ങൾ, അത്രമാത്രം പ്രവാചകൻ മയ്യത്ത് നമസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തു, അല്ലേ? തസ്ബീത്തും ഇതുപോലെ തന്നെയാണ്. വസലുലഹു തസ്ബീത്ത്, നിങ്ങൾ അവന് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കണം. രണ്ട് മലക്കുകൾ വരുന്നു, രണ്ട് ദണ്ഡുകളുമായിട്ട്, അല്ലേ? ആ മലക്കുകൾ വന്നാൽ അവരെ ഉഹദ് മലയിൽ ആ ദണ്ഡുകൾ കൊണ്ടടിച്ചാൽ ഉഹദ് മല പോലും തകർന്നു പോകാൻ മാത്രം പോന്ന രണ്ട് ദണ്ഡ് അവരുടെ കയ്യിലുണ്ടത്രേ. അതുകൊണ്ട് തല്ലുകിട്ടാതിരിക്കാൻ എൻ്റെ കൂട്ടുകാരന്, ഉപ്പാക്ക്, ഉമ്മാക്ക്, ജേട്ടന്, അനിയന്, സഹോദരന്, അറിയുന്നവർക്ക്, അറിയാത്തവർക്ക്, തൗഹീദിനു വേണ്ടി മരിച്ചവർക്ക് നമ്മൾ പ്രാർത്ഥിക്കണം. ശ്രദ്ധിക്കുക, തൗഹീദില്ലാത്ത നാട്ടിൽ, തൗഹീദിന് പള്ളിയില്ലാത്ത നാട്ടിൽ, തൗഹീദിന് പ്രവർത്തകരില്ലാത്ത നാട്ടിൽ നമ്മൾ എത്തിപ്പെട്ടാൽ, അങ്ങനെ ആരെങ്കിലും മരിച്ചു എന്നറിഞ്ഞാൽ നമ്മൾ അവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലി ലീവ് എടുത്തിട്ട് അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ പോകണം. എന്തുകൊണ്ടെന്നറിയോ? മറ്റൊന്നുമല്ല, കാരണം മറ്റൊന്നുമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവിൽ വെച്ച് 40 തൗഹീദുള്ള മനുഷ്യരുടെ നമസ്കാരം അവർക്ക് കിട്ടിയാൽ, സഹോദര, 40 തൗഹീദുള്ള മനുഷ്യരുടെ നമസ്കാരം കിട്ടിയാൽ, തൗഹീദിന് വേണ്ടി ജീവിച്ച ആ വ്യക്തി അവൻ സ്വർഗത്തിലായിരിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, അതുകൊണ്ട് ജോലി ലീവ് എടുത്തിട്ടാണെങ്കിലും ഖുറാഫാത്തിന്റെ മണ്ണിൽ മരിച്ച വ്യക്തിക്ക് വേണ്ടി നമസ്കരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് അങ്ങോട്ട് പോകണം, നമസ്കാരത്തിൽ പങ്കെടുക്കണം. ഇരിക്കട്ടെ, ആ ദിവസം മുവഹിബിനോട് പ്രവാചകൻ പറഞ്ഞു, മുവഹിബേ, ഞാൻ തെരഞ്ഞെടുത്തു കഴിഞ്ഞു, അല്ലേ? ഞാൻ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. നബി ജനാസ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നബിക്ക് വല്ലാത്ത തലവേദന അനുഭവപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തലവേദന അനുഭവപ്പെട്ടു. അന്നു മുതൽ പിന്നീട് പ്രവാചകൻ ബെഡിലായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ തല കെട്ടി. വെള്ളം നനച്ച തുണി കൊണ്ട് ആ പ്രവാചകന്റെ തല കെട്ടി, അല്ലെ? ഓപ്പറേഷൻ കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കുന്ന വ്യക്തിയുടെ തലയിലെ കെട്ടുപോലെ എന്റെ പ്രവാചകന്റെ തലയിൽ തലവേദന കാരണം കെട്ടുണ്ടായി. സ്വഹാബത്തിന്റെ മനസ്സ് നീറാൻ തുടങ്ങി, അവരുടെ മനസ്സ് വേദനിക്കാൻ തുടങ്ങി. പക്ഷേ നമസ്കാരം നബി ഒഴിവാക്കിയില്ല. ശ്രദ്ധിക്കുക, അല്ലേ? ഇത്തിരി പോന്ന രോഗത്തിന് നമസ്കാരം നഷ്ടപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂൽ തലയിൽ കെട്ടുമായി മിഹ്റാബിൽ അണിനിരന്നു. പ്രവാചകൻ നമസ്കരിച്ചു. പ്രവാചകൻ അന്ന് മുതൽ തുടർച്ചയായ 4 ദിവസം പ്രവാചകൻ തന്നെയായിരുന്നു നമസ്കാരത്തിൽ ഏർപ്പെട്ടത്, അല്ലേ? ഇനിയോ മരണത്തിലേക്ക് വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നബിക്ക് അറിയാമായിരുന്നു. ഇസ്തിഗ്ഫാറുകൾ, തൗബകൾ ആ ചുണ്ടിൽ നിന്ന് ഉയർന്നുകൊണ്ടിരുന്നു. സഹാബത്തിൽ നബിയുമായി ആത്മബന്ധമുള്ള എല്ലാ ആളുകൾക്കും ഏകദേശം കാര്യം ബോധ്യപ്പെട്ടിരുന്നു, അല്ലേ? പ്രവാചകൻ ശാരീരികമായി അദ്ദേഹത്തിന് നടക്കാൻ കഴിയാത്ത അവസ്ഥ എത്തിയപ്പോൾ നബി ചോദിച്ചുകൊണ്ടിരുന്നു, ഐന അന ഗദൻ, ഐന അന ഗദൻ, നാളെ ഞാൻ എവിടെയായിരിക്കും? 9 ഭാര്യമാർ, ഇന്നൊരു ഭാര്യയുടെ വീട്ടിലാണെങ്കിൽ നാളെ അടുത്ത ഭാര്യയുടെ വീട്ടിൽ. അതാണ് പ്രവാചകന്റെ ചര്യ, അതാണ് പ്രവാചകന്റെ സാധാരണഗതിയിലെ രീതി. ഇനി കഴിയുകയില്ല. ഇനി തോളിൽ തൂങ്ങി ഭാര്യമാരുടെ വീട്ടിൽ നിന്ന് ഭാര്യമാരുടെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. കാരണം ദൗത്യം തീർന്നിരിക്കുന്നു. ഖുർആൻ ഇറങ്ങിയിരിക്കുന്നു, സത്യം ലോകത്ത് പ്രചരിച്ചിരിക്കുന്നു. അറബികളുടെ മണ്ണിൽ നിന്ന് അജമികളുടെ മണ്ണിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു പ്രചരിച്ചിരിക്കുന്നു. കാലം ഇതേറ്റെടുത്തിരിക്കുന്നു, ലോകം ഇത് സ്വീകരിച്ചിരിക്കുന്നു, വിശ്വാസം തിളങ്ങിയിരിക്കുന്നു. ഖാലിദുമാരുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ സൈനിക സംഘങ്ങൾ കിസ്റ കൈസർ ചക്രവർത്തിമാരുടെ കൊട്ടാരമുറ്റങ്ങളിലേക്ക് പോകാൻ തിരുനബിയുടെ ഉത്തരവ് കാത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ശരി, ഭാര്യമാർക്കും എല്ലാവർക്കും കാര്യം പിടികിട്ടി. പ്രവാചകൻ യുരീദു യൗമ ആയിഷ, ആയിഷ ബീവിന്റെ വീട്ടിൽ, അല്ലേ? എന്തായാലും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാര്യ ഉണ്ടാകുമല്ലോ. ആയിഷ ബീവിയുടെ വീട്ടിൽ കഴിയണം എന്ന് പ്രവാചകൻ ആഗ്രഹിക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അവിടെ പെണ്ണിന്റെ കുനിഷ്ടും പെണ്ണിന്റെ വാശിയും പെണ്ണിന്റെ പോരും അവർ കാണിച്ചില്ല. ഫാദിന ലഹു അസ്വാജുഹു യകുനു ഹൈസു ശാഅ, നബി ഉദ്ദേശിക്കുന്നിടത്ത് നബി താമസിച്ചോളട്ടെ എന്ന് എല്ലാവരും പറഞ്ഞു. മൈമൂന ബീവിയുടെ വീട്ടിൽ നിന്ന് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് തിരുനബി നടന്നു. അവിടെയും നീതി കാണിച്ച പ്രവാചകൻ ഭാര്യമാരുടെ മുഴുവൻ അനുമതി വാങ്ങിയിട്ട് ആയിഷ ബീവിയുടെ വീട്ടിൽ അദ്ദേഹം തന്റെ ജീവിതം തുടങ്ങി, അല്ലേ? ആയിഷ ബീവിയ കട്ടിലിന്റെ അരികിൽ എപ്പോഴും ഉണ്ടാകും, പ്രാർത്ഥനകൾ ചൊല്ലും,
എന്നിട്ട് നബിയെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തടവിപ്പിക്കും. കാരണം ആയിഷ എന്നെന്റെ കയ്യിനേക്കാൾ ഈ രോഗം മാറാൻ അർഹതപ്പെട്ട കയ്യ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൈയാണെന്ന് അവർക്കറിയാമായിരുന്നു. അല്ലെ, ആയിഷ ബീവി എന്ന മഹദി 63 വയസ്സായ പ്രവാചകന്റെ അരികിൽ കേവലം 20 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള ആയിഷ ബീവി, ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓർമ്മകൾക്ക് ശക്തി പകർന്ന, പ്രവാചകന്റെ വിരിക്കപ്പുറത്ത് ചുടുചുംബനങ്ങൾ സമ്മാനിച്ച ഭാര്യ ആശ്വാസത്തിന്റെ വാക്കുകളുമായി തിരുനബിയുടെ ചാരത്ത് തന്നെ എപ്പോഴും ഉണ്ടായി. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. മരണത്തിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ പ്രത്യേകം ചരിത്രത്തിൽ രേഖപ്പെട്ടത് കാണാൻ കഴിയും. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. നബിയുടെ ശരീരത്തിന്റെ ചൂട് വർദ്ധിച്ചു. നബിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ബോധം വരുന്നു, നഷ്ടപ്പെടുന്നു. ബോധം വന്നപ്പോൾ ഒരിക്കൽ നബി പറഞ്ഞു, കഴിയില്ല, നിങ്ങൾ 7 കിണറുകളിലെ വെള്ളം കൊണ്ടുവരൂ, എന്നിട്ട് എന്റെ ശരീരത്തിൽ ഒഴിക്കൂ. സഹാബികൾ ഒഴിച്ചു, വീണ്ടും വീണ്ടും അവർ ഒഴിച്ചു. അങ്ങനെ ഒഴിച്ചൊഴിച്ച് അവസാനം നബി പറഞ്ഞു, മതി, എനിക്ക് മതി എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമാറ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ അവരാ വെള്ളം അങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നു. ശേഷമോ പ്രവാചകനെ അടുത്ത ദിവസങ്ങളിൽ അല്പം ആശ്വാസം കണ്ടു. ആശ്വാസം കണ്ടപ്പോൾ നബിയെ ഓർത്ത് നീറുന്ന മനസ്സുമായി കഴിയുന്ന സഹാബത്ത് തിരുനബി ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടുന്നു. ഇനി ആ നബിയുടെ പുഞ്ചിരി, ഇനി ആ നബിയുടെ മിമ്പർ, ഇനി ആ നബിയുടെ പിന്നിലെ നമസ്കാരം, ആ ചുണ്ടിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഖുർആൻ പാരായണം അത് അസ്തമിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന സഹാബത്ത് പ്രവാചകൻ അന്ന് മിമ്പറിൽ കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ മിമ്പറിൽ കയറി, തല മുഴുവൻ കെട്ടിയിരിക്കുന്നു. അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് രോഗി ഇറക്കുമ്പോൾ കെട്ടും പോലെ തിരുനബിയുടെ തല മുഴുവൻ കെട്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞ ഉപദേശം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. ആ ഉപദേശം നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മൾ നൽകുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ നമസ്കാരം മാത്രം നോക്കി, ഞാൻ എൻ്റെ നോമ്പ് മാത്രം നോക്കി, ഞാൻ എൻ്റെ കുടുംബജീവിതം മാത്രം നോക്കി നടന്നാൽ പോരാ. എനിക്കെൻ്റെ ഉപ്പയുടെ കാര്യത്തിൽ, ഉമ്മയുടെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ, കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ ബാധ്യതയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും, നിങ്ങളെ കാര്യം നിങ്ങൾ നോക്കണേ. വഅഹ്ലീകും, നിങ്ങളെ അഹ്ലിന്റെ കാര്യവും നോക്കണേ നരകത്തിന്റെ വിഷയത്തിൽ എന്ന് പ്രവാചകൻ പറഞ്ഞു. കുല്ലുകുൻ റായിൻ മസ്ഊലുൻ അൻ റഅയതിഹി, നിശ്ചയം നിങ്ങളെല്ലാവരും ഇതാ ഈ വിഷയത്തിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓതി തന്നെ വിശദീകരിച്ചത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഉപദേശം പ്രത്യേകം നമ്മൾ കാണുക. മിമ്പറിൽ നിന്ന് നബി പറഞ്ഞു, ലാ തത്തഖിദു ഖബരി വസനൻ യുഅബദ്, ലാ തത്തഖിദു ഖബരി വസനൻ യുഅബദ്. അല്ലേ, തല മുഴുവൻ കെട്ടിയ പ്രവാചകൻ, ചലിക്കാൻ കഴിയാത്ത പ്രവാചകൻ, എന്തിന് സഹോദര ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് തന്നെ കാത്തിരിക്കുന്ന സഹാബത്തിന്റെ മുന്നിൽ വന്നാ മിമ്പറിൽ ഇരുന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, മരണം മുന്നിൽ കണ്ട നബി, മരണത്തിലേക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള നബി, തൗഹീദ് മുഴുവൻ 23 വർഷം പ്രസംഗിച്ച നബി, അതിന്റെ പേരിൽ പ്രവാസത്തിന്റെ വേദന സഹിക്കേണ്ടി വന്ന നബി, അതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരു രാത്രിയിൽ തന്റെ കൂട്ടുകാരന്റെ കൂടെ ഒട്ടകപ്പുറത്തേറി രക്ഷപ്പെടേണ്ടി വന്ന നബി, 53-ാമത്തെ വയസ്സിൽ ആ മലമടക്കുകളിൽ നിന്ന് സൗർ ഗുഹയിലേക്ക് എത്തിപ്പിടിച്ച് കയറാൻ കഴിയാത്തതിന്റെ പേരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിടന്ന് സൗർ ഗുഹയിൽ എത്തിപ്പെടേണ്ടി വന്ന നബി, 3 നാൾ അവിടെ കഴിച്ചുകൂട്ടിയ നബി, അതിന്റെ പേരിൽ തന്റെ സഹാബത്ത് ശിക്ഷിക്കപ്പെടുന്നത് കണ്ട നബി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹോദര അവസാനം പറഞ്ഞ അന്ത്യോപദേശങ്ങളിൽ പെട്ടതായിരുന്നു, ലാ തത്തഖിദു ഖബരി വസനൻ യുഅബദ്, നിങ്ങൾ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ലേ. പിന്നെയും കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോവുകയാണ്. ഇനി കണ്ടുമുട്ടുക ഹൗലിൻ കരയിൽ വെച്ചായിരിക്കും സഹാബത്തെ. ഞാൻ എന്റെ ഹൗലിലേക്ക് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ശിർക്കിനെ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നില്ല. നിങ്ങൾക്ക് ദുനിയാവിന്റെ ഖജനാവുകൾ തുറന്നു വെക്കപ്പെട്ട് സമ്പത്തിന്റെ പിന്നാലെ കൂടി നശിക്കുന്നതിനെ ഞാൻ ഭയക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ തുടർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്നു. ശ്രദ്ധിക്കുക, ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. നാഥാ, സമ്പന്നത കൊണ്ട് തന്നെ നീ പരീക്ഷിക്കല്ലേ, ഒപ്പം ദാരിദ്ര്യം